എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദിവസവും കാണുന്ന ഡേറ്റയിലെ അതിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെങ്ങനെ കണ്ടെത്താമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അടുത്തതായി എന്ത് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർമാർക്കറ്റിനോ അല്ലെങ്കിൽ ആമസോണിനോ ഒക്കെ എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്? അതൊരു മാജിക് ഒന്നുമല്ല, അതിന് പിന്നിലൊരു ടെക്നിക്കുണ്ട്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡേറ്റ മൈനിങ്ങിലെ ഒരു ക്ലാസിക് ടെക്നിക്കാണിത്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ആളുകൾ സാധാരണയായി ഒരുമിച്ച് വാങ്ങുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അത്രയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഫ്രീക്വന്റ് പാറ്റേൺസ് എന്ന ഒരു ഐഡിയയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഒരു ഡേറ്റാ സെറ്റിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് ആളുകൾ പാലും ബ്രെഡും ഒരുമിച്ച് വാങ്ങുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ പാൽ ബ്രെഡ് എന്നത് ഒരു ഫ്രീക്വന്റ് പാറ്റേൺ ആയി. ശരി, ഇനി നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഈ പാറ്റേണുകളെല്ലാം വെറുതെ ഉണ്ടാവുന്നതല്ല, അതിനു പിന്നിൽ ചില നിയമങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മെട്രിക്കാണ് സപ്പോർട്ട്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു കൂട്ടം സാധനങ്ങൾ എത്രത്തോളം പോപ്പുലറാണ് എന്ന് അളക്കാനാണിത്. ഫോർമുല നോക്കൂ. ആകെ നടന്ന ട്രാൻസാക്ഷനുകളിൽ എത്ര എണ്ണത്തിൽ ആ സാധനം ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ മതി. സിംപിളായി പറഞ്ഞാൽ 100 കസ്റ്റമേഴ്സിൽ 80 പേരും പാല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാലിന്റെ സപ്പോർട്ട് 80%. അതിന്റെ പോപ്പുലാരിറ്റി അത്ര തന്നെ. അടുത്തത് കോൺഫിഡൻസ്. ഇത് ഒരു ഇഫ് ദെൻ റൂളിന്റെ ഉറപ്പാണ് അളക്കുന്നത്. അതായത് ഒരാൾ എക്സ് എന്ന സാധനം വാങ്ങിയെങ്കിൽ വൈ എന്ന സാധനവും വാങ്ങാനുള്ള സാധ്യത എത്രയാണ്. ഉദാഹരണത്തിന്, പാൽ വാങ്ങിയ ഒരാൾ ബ്രെഡ് വാങ്ങാൻ എത്രത്തോളം സാധ്യതയുണ്ട്. അതാണ് കോൺഫിഡൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി വരുന്നത് ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റാണ് ഒരു റൂള് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണോ അതോ വെറുമൊരു കോയിൻസിഡൻസ് ആണോ എന്ന് പറഞ്ഞു തരുന്നത്. ലിഫ്റ്റിന്റെ വാല്യൂ 1ൽ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ 2 സാധനങ്ങളും ഒരുമിച്ച് വാങ്ങുന്നത് യാദൃച്ഛികമല്ല, അവ തമ്മിൽ ശരിക്കും ഒരു ബന്ധമുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ വെച്ച് ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസിൽ നിന്ന് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ പാറ്റേണുകൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു ഡിറ്റക്റ്റീവ് പണി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് അപ്രയോറി അൽഗോരിതം. ഡേറ്റയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ബന്ധങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിൽ ഇതൊരു ക്ലാസിക് അൽഗോരിതമാണ്. അപ്രയോറിയുടെ പിന്നിലെ ബുദ്ധി എന്താണെന്നറിയോ? അതിൻ്റെ ഒരു അടിസ്ഥാന നിയമമാണ്. അതായത് ഒരു വലിയ ഐറ്റം സെറ്റ് ഫ്രീക്വന്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ചെറിയ ഭാഗങ്ങളും ഫ്രീക്വന്റ് ആയിരിക്കണം. ഈ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒറ്റ സാധനങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ ആ ലിസ്റ്റ് വെച്ച് സാധ്യമായ ജോഡികൾ ഉണ്ടാക്കും. അതിൽ ഫ്രീക്വന്റ് അല്ലാത്തവയെ ഒഴിവാക്കും. ഈ പ്രോസസ്സ് പിന്നെയും ആവർത്തിക്കും, 3 എണ്ണത്തിൻ്റെയും 4 എണ്ണത്തിൻ്റെയും ഒക്കെ ഗ്രൂപ്പുകൾ കിട്ടുന്നത് വരെ. അവസാനം ഈ കിട്ടിയ ഫ്രീക്വന്റ് ഗ്രൂപ്പുകളിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് ഉണ്ടാക്കുന്നത്. ഈ ആനിമേഷനിലേക്കൊന്ന് നോക്കൂ. ആദ്യം എല്ലാ ഐറ്റംസും അതിന്റെ എണ്ണവും കാണാം. ഇനി നമ്മൾ വെച്ച മിനിമം സപ്പോർട്ട് കൗണ്ടിന് താഴെയുള്ള ഐറ്റംസിനെ അങ്ങ് ഒഴിവാക്കാണ്. കണ്ടോ? പോപ്പുലർ അല്ലാത്തവയെല്ലാം പോയി. ഇപ്പോൾ ബാക്കിയുള്ളത് ഫ്രീക്വന്റ് ആയ ഐറ്റംസ് മാത്രം. ഇനി ഈ പ്രോസസ്സ് ആവർത്തിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഫ്രീക്വന്റ് ഐറ്റംസ് ഉപയോഗിച്ച് സാധ്യമായ ജോഡികൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവയുടെ എണ്ണം നോക്കി പോപ്പുലർ അല്ലാത്ത ജോഡികളെ വീണ്ടും ഒഴിവാക്കുന്നു. ഇപ്പോൾ നമുക്ക് ഫ്രീക്വന്റ് ആയ ജോഡികൾ കിട്ടി. ഇതുപോലെയാണ് പിന്നെ 3ഉം 4ഉം സാധനങ്ങളുടെ കൂട്ടങ്ങളൊക്കെ കണ്ടെത്തുന്നത്, പടിപടിയായിട്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇത് വാങ്ങിയാൽ അത് വാങ്ങും എന്ന പോലത്തെ റൂൾസിനെക്കുറിച്ചാണ്, അല്ലേ? ഇനി നമുക്ക് ഡേറ്റ മൈനിങ്ങിലെ മറ്റൊരു അടിപൊളി ടെക്നിക്കിലേക്ക് പോകാം. ഡേറ്റയിലെ സ്വാഭാവികമായ ഗ്രൂപ്പുകളെ എങ്ങനെ കണ്ടെത്താം? അതിനുള്ള ഉത്തരമാണ് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിലെ ലക്ഷ്യം ഇത്രയുള്ളൂ: ഓരോ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തമ്മിൽ പരമാവധി സാമ്യം വേണം, എന്നാൽ വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ളവർ തമ്മിൽ ഒരു സാമ്യമുണ്ടാകാനും പാടില്ല. അപ്പോൾ ക്ലസ്റ്ററിംഗ് ചെയ്യാൻ പല വഴികളുണ്ട്. പാർട്ടീഷനിംഗ്, ഹയറാർക്കിയൽ, ഡെൻസിറ്റി ബേസ്ഡ് എന്നിങ്ങനെ പലതരത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പോപ്പുലറായ ഒന്നിലാണ്: കെ മീൻസ്. കെ മീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, എത്ര ക്ലസ്റ്ററുകൾ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിനെ കെ എന്ന് വിളിക്കാം. സ്റ്റെപ്പ് 2, ഡേറ്റയിൽ നിന്ന് റാൻഡമായി കെ പോയിന്റുകളെ സെന്ററുകളായി തിരഞ്ഞെടുക്കുന്നു. സ്റ്റെപ്പ് 3, ഓരോ ഡേറ്റ പോയിന്റിനെയും അതിനേറ്റവും അടുത്തുള്ള സെന്ററിന്റെ ഗ്രൂപ്പിൽ ചേർക്കുന്നു. സ്റ്റെപ്പ് 4, ഓരോ ഗ്രൂപ്പിന്റെയും പുതിയ സെന്റർ കണ്ടുപിടിക്കുന്നു. ഇനി ഈ ഗ്രൂപ്പുകൾക്ക് മാറ്റം വരാതിരിക്കുന്നതുവരെ 3ഉം 4ഉം സ്റ്റെപ്പുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. സ്ക്രീനിൽ കുറേ ഡാറ്റ പോയിന്റ്സ് കാണാം. നമുക്ക് ഇതിനെ 2 ക്ലസ്റ്ററുകളാക്കണം എന്ന് കരുതുക. അപ്പോൾ k = 2. അൽഗോരിതം
റാൻഡമായിട്ട് C1, C2 എന്നു പേരുള്ള 2 സെന്ററുകൾ തിരഞ്ഞെടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഓരോ പോയിന്റും അതിന് ഏറ്റവും അടുത്തുള്ള സെന്റർ ഏതാണെന്ന് നോക്കി ആ ഗ്രൂപ്പിലേക്ക് മാറും. കണ്ടോ, ചില പോയിന്റുകൾ C1ന്റെ കൂടെ പോയി, ചിലത് C2ന്റെ കൂടെയും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ 2 ക്ലസ്റ്ററുകൾ റെഡിയായി. പക്ഷേ ഇവിടെ തീരുന്നില്ല. അടുത്തതായി ഓരോ ക്ലസ്റ്ററിലെയും പോയിന്റുകളുടെ ശരാശരിയെടുത്ത് പുതിയ സെന്ററുകൾ കണ്ടുപിടിക്കും. ദാ നോക്കൂ, C1ഉം C2ഉം അതിന്റെ പുതിയ സ്ഥാനത്തേക്ക് മാറി. ഈ പ്രോസസ്സ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ സെന്ററുകൾക്ക് സ്ഥാനമാറ്റമില്ലാതാകുന്നത്, അപ്പോൾ അൽഗോരിതം നിർത്തും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ക്ലസ്റ്ററുകൾ കിട്ടിയിട്ടുണ്ടാവും. ശരി, നമ്മൾ അസോസിയേഷൻ റൂൾസും ക്ലസ്റ്ററിങ്ങും ഒക്കെ കണ്ടു. ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്തിനാണ് ഈ പാറ്റേണുകൾ കണ്ടുപിടിക്കുന്നതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉപയോഗങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. റീറ്റെയിൽ സ്റ്റോറുകളിൽ സാധനങ്ങൾ എങ്ങനെ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് മുതൽ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും നിങ്ങൾക്ക് വരുന്ന റെക്കമെൻഡേഷൻസ് വരെ ഇതിന്റെ കളികളാണ്. കസ്റ്റമേഴ്സിനെ പല ഗ്രൂപ്പുകളായി തിരിക്കാനും ഇമേജുകളിലെ പാറ്റേണുകൾ മനസ്സിലാക്കാനും എന്തിന് ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ വരെ ഡേറ്റ മൈനിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഡേറ്റ വെറും നമ്പറുകളല്ല, അതിന് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്, ഒരു രഹസ്യ ഭാഷ. ആ ഭാഷ മനസ്സിലാക്കാനും അതിലെ കഥകൾ പുറത്തുകൊണ്ടുവരാനുമുള്ള ഒരു താക്കോലാണ് ഡേറ്റ മൈനിംഗ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങുമ്പോഴോ ഒരു സിനിമ കാണാൻ തിരഞ്ഞെടുക്കുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്ത് ഇപ്പോൾ നിയന്ത്രിക്കുന്ന ആ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ ഏതൊക്കെയായിരിക്കും? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.